മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രായമായ മാതാപിതാക്കൾ പല മക്കൾക്കും അധികപ്പറ്റായി, ഭാരമായി, ശല്യമായി തീരുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അനുഗ്രഹമായി, മാതാപിതാക്കൾ ശക്തിയായി, ദൈവതുല്യം കരുതി സ്നേഹത്തോടെ പരിപാലിക്കുന്ന നല്ല കുടുംബങ്ങളുണ്ട്. അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഏതാണെന്നറിയാമോ? പാലാ രൂപതയിൽപ്പെട്ട ലാലം പുത്തൻപള്ളി ഇടവകയിലെ മരുതോലിൽ കുടുംബമാണ്. 95 വയസ്സുള്ള അമ്മ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ, ഏലിക്കുട്ടി. പിതാവ് 3 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ദൈവം അവർക്ക് അനുഗ്രഹമായി 8 മക്കളെ നൽകി. മക്കൾ കൂടുന്നതനുസരിച്ച് കൂട്ടായ്മയും സ്നേഹവും വർദ്ധിച്ചു വരികയും എല്ലാവരെയും സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരുമിച്ച് നിർത്തുകയും ചെയ്യുന്ന അമ്മ, പങ്കുവയ്ക്കുന്ന കരുതലുള്ള അമ്മയുടെ സ്വഭാവം അതേപടി കാണിക്കുന്ന മക്കൾ. ആ മക്കളുടെ നല്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മരുത്തോലിൽ ഏലിക്കുട്ടി വർക്കിയുടെ ഭവനം. കോട്ടയം ജില്ലയിലെ പാലായിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോർജ് ചർച്ച് ലാലം ആണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് മരുത്തോലിൽ ഏലിക്കുട്ടി വർക്കി. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. മാതൃസ്നേഹത്തിൻ്റെ വിലയറിഞ്ഞ മക്കൾ. എൻ്റെ പേര് അഗസ്റ്റിൻ. ഇവിടുത്തെ മൂത്ത മകനാണ്. ഭാര്യ ജാൻസി, മോൻ ജെൽബിൻ, മോള് അയർലൻഡിലാണ്. പിന്നെ മോൻ്റെ 2 പെൺകുട്ടികളാണ് അവിടെ കൂടെയുള്ളത്. മരുമകൾ ആതിര. ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ എല്ലാത്തിലും ഞാൻ സഹകരിച്ചിരുന്നു. അമ്മച്ചി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങളെ 8 പേരെയും വളർത്തിയത്. ഞങ്ങൾ 8 പേരുണ്ട്. 6 ആണുങ്ങളും 2 പെങ്ങന്മാരും ആണുള്ളത്. അതിൽ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, പല സ്ഥലങ്ങളിലും പോയി. നാഗാലാൻഡിന് പോയി. അത് കഴിഞ്ഞ് കട്ടപ്പനയടുത്ത് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പെൻഷനായപ്പോൾ തിരിച്ചു വന്നു. എല്ലാ സഹോദരങ്ങളുമായിട്ട് വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും സഹകരണത്തിലും ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടി. ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നിരുന്നു. ചാച്ചനെയും ഞാൻ പരമാവധി സഹായിച്ചിരുന്നു, എല്ലാ തരത്തിലും സഹായിച്ചിരുന്നു. അത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. നമുക്കുള്ള സ്ഥലം എല്ലാവരും കിടന്നോളും, എല്ലാവരും പഠിക്കണം, കുറഞ്ഞ ഡിഗ്രി എങ്കിലും എടുക്കണം എന്ന് സഹോദരങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാവരും അതനുസരിച്ച് നന്നായി പഠിക്കുകയും നല്ല സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയും എല്ലാം ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ പേര് ജാൻസി അഗസ്റ്റിൻ. ഞാൻ ഈ ഫാമിലിയിൽ അമ്മച്ചിയുടെ മരുമകളായിട്ട് വന്നിട്ട് 45 വർഷം കഴിഞ്ഞ ജൂലൈ 8-ന് പൂർത്തിയാക്കി. ഈ 45 വർഷവും ഞാനും അമ്മച്ചിയും തമ്മിൽ വളരെ സ്നേഹത്തിലും വളരെ ഐക്യത്തിലും സ്വന്തം അമ്മയേക്കാൾ വളരെ സ്നേഹത്തോടും ഒക്കെ ഇന്നേ വരെ തുടർന്നു പോകുന്നു. ഒരു വൻ കുടുംബത്തിൽ വന്നു ചേർന്നപ്പോൾ ആ ഐക്യം മറ്റു കുടുംബങ്ങളെക്കാൾ മുന്നിട്ട് കാണാൻ, അതൊരു അഭിമാനത്തോടെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരേ നൂൽച്ചരടിൽ കോർത്തിണക്കുന്ന മുത്തുകൾ പോലെ ഇപ്പോഴും മുന്നോട്ട് നീങ്ങുകയാണ്. എൻ്റെ പേര് ജോസ്.
എൻ്റെ വൈഫ് മറിയമ്മ, എൻ്റെ മൂത്ത മോള് സുമിത, സുമിതയുടെ ഭർത്താവ് ജോജോ, ഇവരുടെ മകള് ജെയിൻ മരിയ. അടുത്തത് എൻ്റെ ഇളയ മകള് സബിത, സബിതയുടെ ഹസ്ബൻഡ് അഗസ്റ്റിൻ, അഗസ്റ്റിൻ്റെ മോള് ഇവാന. അടുത്ത എൻ്റെ മോൻ ജോർജ്, ജോർജിൻ്റെ വൈഫ് ജാനി. എൻ്റെ ചാച്ചന് കൃഷിയായിരുന്നു ജോലി. കൃഷി എന്ന് പറയുമ്പോൾ റബ്ബറിൽ നിന്നുള്ള വരുമാനമാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പാലാ സെൻറ് തോമസ് കോളേജിലായിരുന്നെങ്കിലും ഞങ്ങളാരും സ്കൂൾ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയില്ലായിരുന്നു. കാരണം ബസ്സിൽ യാത്ര ചെയ്ത് ദൂരെ യാത്ര ചെയ്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക വ്യവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിലില്ലായിരുന്നു. ചാച്ചനും അമ്മച്ചിയും വളരെ ദൈവഭക്തിയും ദൈവവിശ്വാസമുള്ളവരായിരുന്നു. ചാച്ചന് 3 കൊല്ലം മുമ്പ് 93-ാമത്തെ വയസ്സിൽ മരിക്കുകയുണ്ടായി. 1 കൊല്ലം രോഗബാധിതനായി കിടക്കുകയുണ്ടായി. അതിനു മുമ്പ് 92 വയസ്സ് വരെ എത്രയും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു രണ്ടുപേരും. നേരം വെളുത്തു കഴിഞ്ഞാൽ 4:30 മണിക്ക് ഗുഡ്നസിൻ്റെ കൊന്ത നമസ്കാരം തുടങ്ങും. പിന്നെ 5 മണിക്ക് 5 മണിക്ക് ജത്യം കുർബാന, പിന്നെ 6 മണിക്ക് കുർബാന, അതിനുശേഷം 7:30-ക്ക് നൊവേന, പിന്നെ ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് കർണക്കൊന്ത. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആണ് അമ്മച്ചി സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മച്ചി എല്ലാ സമയവും കൊന്തയും പ്രാർത്ഥനയായിട്ടാണ് കഴിച്ചു കൂട്ടുന്നത്. ഞാൻ മറിയമ്മ. ഞാൻ ഈ മരുതോലിൽ ഏലിക്കുട്ടി വർക്കി ദമ്പതിമാരുടെ മരുമകളായി വന്നിട്ട് 40 വർഷമായി. ഞാൻ വന്ന സമയം മുതൽ ഏറ്റവും സ്നേഹത്തോടെയാണ് ചാച്ചനും അമ്മയും എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ പോകണം. അപ്പോൾ വളരെ കാര്യമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് എന്നെ വളരെ സ്നേഹത്തോടെ യാത്രയാക്കുന്ന ചാച്ചനെയും അമ്മച്ചിയും ഞാൻ ഓർക്കുന്നു. ചാച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നു. ചാച്ചൻ മരിച്ചിട്ട് 3 വർഷമായി. ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ജീവിതമാണ്, അവരുടെ പ്രാർത്ഥന, ദൈവാശ്രയത്വം, അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് അമ്മച്ചി വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കുറച്ചു കാലം കൂടി ഞങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ പേര് ജോർജ്. ഞാൻ 4ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ലിസി. എനിക്ക് 2 മക്കളാണ്. മൂത്ത ജോജോ UK-യിലാണ്. എൻ്റെ ഭാര്യ മെൽവി, അവൾ UK-യിലാണ്. 2ാമത്തെ മകൾ ജിസയുടെ ഹസ്ബൻഡ് സുജിത്ത്. അമ്മച്ചിയും ചാച്ചനും ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ട് നല്ല നിലയിൽ എല്ലാവരും വളർത്തി, എല്ലാവരും നല്ല നിലയിൽ എത്തിച്ചു. എല്ലാവർക്കും സ്നേഹവും ദൈവഭക്തിയും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എൻ്റെ പേര് ലിസി, എൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 33 വർഷമായി. 5 വർഷക്കാലം ഞങ്ങൾ തറവാട്ട് താമസിച്ചു. സന്തോഷത്തോടുകൂടി അമ്മ ജോലിക്കാര്യത്തിൽ സഹായിക്കുമായിരുന്നു, പിള്ളേരൊക്കെ നോക്കി സഹായിക്കുമായിരുന്നു. പ്രാർത്ഥനയിലും ദൈവഭക്തിയിലുമൊക്കെ പിള്ളേരെ വളർത്തി. എൻ്റെ പേര് ടോമി. ഞാൻ 5ാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ ലില്ലി, മൂത്ത മകൾ സൗമ്യ, സൗമ്യയുടെ ഹസ്ബൻഡ് എബിക്ക് 3 മക്കൾ. ഒരു ആദം, ഏഡൻ, അന്ന. മകൻ ജിയോ, മകൻ്റെ വൈഫ് അനിറ്റ്, അവർക്ക് 2 കുട്ടികൾ, സ്റ്റീഫനും റിയാനും. ചാച്ചനും അമ്മച്ചിയും വളരെ സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു. അവർ വളരെ അതിഥിസൽക്കാരത്തിന് വളരെ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. രാത്രി 12:00-ക്കാണെങ്കിലും മലബാറിൽ നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെ ധാരാളം വിരുന്നുകാർ വീട്ടിൽ വന്നാലും അവരെല്ലാം തീറ്റി കുടിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് വിടുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ധാരാളം വിരുന്നുകാരും വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു അതിഥിസൽക്കാരത്തിൽ പ്രിയരായിരുന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ അമ്മച്ചി വളരെ താല്പര്യമായിരുന്നു. ആര് വന്നാലും ഭക്ഷണം, നാട്ടുകാരാണെങ്കിലും ആര് വന്നാലും ഭക്ഷണം കൊടുക്കുന്ന അമ്മച്ചിയുടെ ഒരു പ്രത്യേക രീതിയായിരുന്നു. എൻ്റെ പേര് ലില്ലി. ഞങ്ങൾ 2 പേരും ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. 39 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും കൂടെ കുറേ വർഷം കഴിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ സഹോദരങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാറി താമസിച്ചതാണ്. അമ്മച്ചി എപ്പോഴും ഞങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. അമ്മച്ചിയും ചാച്ചനും ഒരു മാതൃകയായിരുന്നു സത്യത്തിൽ.
അമ്മച്ചി എപ്പോഴും പറയും, നിങ്ങൾ എന്നെ അമ്മായിമ്മയാണെന്നും പറഞ്ഞ് ആരെയും പരിചയപ്പെടുത്തരുത്, എന്നെ പരിചയപ്പെടുത്തുന്ന അമ്മച്ചിയാണെന്നും എൻ്റെ അമ്മച്ചിയാണെന്നും പറഞ്ഞേ പരിചയപ്പെടാത്താവുള്ളൂ എന്ന് ഞങ്ങളോടൊക്കെ എന്നോട് പറയുമായിരുന്നു. എൻ്റെ പേര് മേരിയമ്മ. ഞാൻ അച്ഛൻ്റെയും അമ്മച്ചിയുടെയും 6ാമത്തെ മകളായി ജനിച്ചു. ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി. എന്നെ നരിയങ്ങാനത്ത് പുത്തമ്പുരയിലാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. ഇതെൻ്റെ ഭർത്താവ് ജായി. എനിക്ക് ഒരു മോനാണുള്ളത്. മോൻ്റെ പേര് ജിബിൻ. അവൻ്റെ വൈഫ് ട്രീസ വരാൻ സാധിച്ചിട്ടില്ല. അവന് ഒരു മോനുണ്ട്, അവൻ്റെ പേര് ജോഷുവ. അമ്മച്ചിയും ചാച്ചനും ഒരു ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അതിൻ്റെ പരിശീലനം നൽകാനെന്ന മട്ടം ഞങ്ങളെയും എല്ലാ ദിവസവും പള്ളിയിൽ വിടുകയും സന്ധ്യാപ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നോയെ പഠിപ്പിക്കുക, എല്ലാ ശനിയാഴ്ചയും പള്ളി വിടുക. ആഘോഷങ്ങൾ വളരെ ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഭയങ്കര ആഘോഷമായിട്ട് അന്നത്തെ കാലത്ത് ഒരു ആഘോഷിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കി തരിക, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരിക, ഇതെല്ലാം ചെയ്യുമായിരുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് എന്നും പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഞങ്ങൾക്ക് എന്നും സഹായഹസ്തമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. എൻ്റെ പേര് ജായി. 35 വർഷമായി ഞാൻ അമ്മച്ചിയെ അറിയാൻ തുടങ്ങിയിട്ട്. ഞാനിവിടെ വരുന്ന കാലത്ത് അമ്മച്ചി 10-15 പേര് ഏതാണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ നോക്കിയാലും അടുക്കളയിലായിരുന്നു. അത്രയും ആതിഥേയരോട് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളൊരു മനസ്ഥിതിയായിരുന്നു. ഇപ്പോഴും അമ്മച്ചിയുടെ ഓർമ്മശക്തി ഞാൻ അത്ഭുതപ്പെടുകയാണ്. അമ്മച്ചി പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രാർത്ഥന കൊണ്ടാണ് ഈ ഓർമ്മശക്തി കിട്ടിയത് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ ദുബായിലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് ഇവിടെ പോകുന്ന ഇവിടെയാണ്. ഒരു വൈഫ് ജാൻസി ദുബായിലാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 3 ആൺമക്കളാണുള്ളത്. ഒരാൾ UK-യിലാണ്, രണ്ടാമത്തെ ആൾ TCS-ൽ വർക്ക് ചെയ്യുന്നു, എൻജിനീയറാണ്. 2 പേരും എൻജിനീയറിങ് കഴിഞ്ഞു. പിന്നെ ഇളയ ആൾ 3ാമത്തെ എഡ്വിന്, അവന് ഇവിടെ 11th പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം സ്നേഹവും തന്ന അമ്മച്ചിയാണ്. ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കും. ഓരോരുത്തരുടെയും ആവശ്യങ്ങളറിഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അമ്മച്ചി എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ എല്ലാവരും സ്നേഹിക്കാനായിട്ട്, അതുപോലെ ഞങ്ങളെ പ്രാർത്ഥനയിലുമൊക്കെ നാളെ വളരാനായിട്ട് അമ്മച്ചി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അമ്മച്ചിയാണ് ഞങ്ങളുടെ എല്ലാം മാതൃക. ഞങ്ങളിന്ന് ഇങ്ങനെ നല്ലൊരു ഇതായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമ്മച്ചി തന്നെയാണ്. അതുപോലെ അമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ടും അമ്മച്ചിയൊക്കെ ചെല്ലുന്നതൊക്കെ കണ്ടാണ്, പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇതൊക്കെ കിട്ടിയത്. അമ്മച്ചി സ്നേഹിക്കാൻ മാത്രം അറിയാം. അമ്മച്ചി എല്ലാവരോടും വളരെ സ്നേഹവും, ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് അമ്മച്ചി ഇങ്ങനെ ഓരോരുത്തർക്കുള്ള ഭക്ഷണം വേണ്ടിയതൊക്കെ ഉണ്ടാക്കിത്തരും. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളെല്ലാം വളർത്തി മക്കൾക്ക് വേണ്ടി ജീവിച്ചു തരിക. അതാണ് അമ്മച്ചിയുടെ ജീവിതം. എൻ്റെ പേര് സാബു ജോർജ്. മരുതോലിൽ ഏലിക്കുട്ടിയുടെ ഏറ്റവും ഇളയ മകനാണ്. 8 പേരിൽ ഏറ്റവും ഇളയ മകൻ എന്ന നിലയിൽ എനിക്ക് അമ്മച്ചിയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതാണ്. അമ്മച്ചിയോടൊപ്പം 58 വർഷം കഴിയാൻ കഴിഞ്ഞു. എൻ്റെ ഭാര്യ വത്സമ്മ സെബാസ്റ്റ്യൻ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. ഞങ്ങൾ 2 റിട്ടയർമെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. എൻ്റെ മൂത്ത മകന് എബിൻ സാബു ഇപ്പോൾ സ്കൂളിലെ അധ്യാപകനാണ്. അവന് സൺഡേ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഇളയൊരു മകളുണ്ട്. അവൾ അയർലൻഡിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ജോബിന് ആലക്കുഴ സ്വദേശിയാണ്. 2 പേരും അയർലൻഡിലാണ്. എൻ്റെ ഇളയ മകനാണ് ആൽബിന്. അവന് +2 കഴിഞ്ഞ് ഇപ്പോൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഇവിടെ സൺഡേ സ്കൂളിലെ SMIM-ൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഞങ്ങളുടെ അമ്മച്ചിയും ചാച്ചനും ഞങ്ങളോട് ഏറ്റവും വലിയ സ്നേഹമുള്ളവരായിരുന്നു. വളരെ കരുതലുണ്ടായിരുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അവർ ഞങ്ങളെ വളർത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ 8 മക്കൾക്ക് പുറമെ അവരുടെ സ്വന്തത്തിൽപ്പെട്ട മറ്റ് മക്കളെ കൂടെ വീട്ടിൽ കൊണ്ട് നിർത്തി പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനൊക്കെ അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യം ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. വളരെ ബുദ്ധിമുട്ടുകൾക്കിടയിലും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ പരിചരിക്കാനും അവർ 2 പേരും ഞങ്ങൾക്ക് മാതൃകയാക്കി തീർന്നിട്ടുണ്ട്. ഞാൻ വത്സമ്മ, സാബുവിൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചിയെക്കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ചാച്ചനെയും ഞങ്ങൾക്ക് ആ ഒപ്പം തന്നെ ഓർമ്മ വരുന്നുണ്ട്. അമ്മച്ചിയുടെ എല്ലാ കാര്യത്തിലും അമ്മച്ചിക്ക് സപ്പോർട്ടായി നിലനിന്ന ആളായിരുന്നു ചാച്ചൻ. ചാച്ചനും അമ്മച്ചിയും കൂടി ഞങ്ങൾക്ക് ധാരാളം മാതൃകകൾ, വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അമ്മച്ചിയെ പരിഗണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ചാച്ചൻ്റേത്. ചാച്ചനോടൊത്തും അമ്മച്ചിയോടൊത്തും ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞിരുന്ന കാലം ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാതൃക നൽകാനായിട്ട് ചാച്ചനും അമ്മച്ചിക്കും കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല, ഞങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ല ഒരു മോഡലായിരുന്നു ചാച്ചനും അമ്മച്ചിയും. ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും തന്നെ ജോലിയുള്ളവരായിരുന്നു. അവരുടെ എല്ലാവരുടെയും മക്കളെ വളർത്തിയത് ചാച്ചനും അമ്മച്ചിയും കൂടിയായിരുന്നു.
സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടാണ് ചെറുമക്കളെ കൊച്ചുമക്കളെ ഒക്കെ വളർത്താനായിട്ട് ചാച്ചനും അമ്മച്ചിയും ഉത്സാഹിച്ചിരുന്നത്. മധുരം ജീവിത സായ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും ഈ മക്കൾക്ക്. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കൊച്ചുമകൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് എബിൻ, ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോനാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞങ്ങൾ പണ്ട് ഇങ്ങനെ എല്ലാ വർഷങ്ങളിലും ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. അപ്പം പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയും അമ്മച്ചി പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ ഇപ്പം വീട്ടിൽ പാവപ്പെട്ടവരോ അവശത അനുഭവിക്കുന്നവരൊക്കെ വീട്ടിൽ സഹായത്തിനൊക്കെ വരുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി വിടാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ ചോദിക്കും, അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, അമ്മച്ചി എന്തി എന്ന് ചോദിക്കും. അപ്പം നമുക്കിപ്പം നമ്മുടെ നാട്ടിലുള്ളവരല്ല, ഒരുപക്ഷെ കുറേ ജില്ലകൾ അപ്പുറം നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ അവർ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന അമ്മച്ചി എന്തിയാണ്. കാരണം അമ്മച്ചി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മച്ചി അവർക്ക് കൊടുക്കും എന്നവർക്കറിയാം. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ അമ്മച്ചി കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാവരും വരുമ്പം നമ്മളെക്കാളും കഷ്ടം അനുഭവിക്കുന്നവരൊക്കെ വരുമ്പം അവർക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കണം എന്നൊരു ബോധ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്തത് അമ്മച്ചിയായിരുന്നു. എൻ്റെ പേര് സൗമ്യ, ഞാൻ കൊച്ചുമോളാണ്. എൻ്റെ പ്രൊഫഷൻ, ഞാൻ ഒരു ബാങ്ക് എംപ്ലോയി ആണ്, SBIയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതം തന്നെ എനിക്ക് അമ്മച്ചി ദൈവത്തിൽ നിന്നും കരുപ്പിടിപ്പിച്ച് തന്നതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അമ്മച്ചിക്ക് ഇവിടുത്തെ എല്ലാവരെക്കുറിച്ചും ഭയങ്കര കൺസേൺ ആണ്. ഇവിടെ ഓരോ കൊച്ചുമക്കൾ എന്നല്ല, ഞങ്ങൾ മൊത്തം കുടുംബത്തെക്കുറിച്ചും അമ്മച്ചിയോട് ബന്ധപ്പെട്ട എല്ലാവരെക്കുറിച്ചും അമ്മച്ചിയോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും അമ്മച്ചിക്ക് എപ്പോഴും ടെൻഷനാണ്. ഇത് എല്ലാം നല്ല രീതി വരികയല്ലേ, പ്രാർത്ഥന മാത്രമാണ് അമ്മച്ചിയുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്, ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചാച്ചനും എനിക്ക് എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ഓർക്കുന്നത് ചാച്ചൻ്റെ അമ്മച്ചിയുടെ മുഖമാണ്. അതെല്ലാം അമ്മച്ചീനെയും ചാച്ചനെയും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനയിലൂടെയാണ്. ഇപ്പം എൻ്റെ മാത്രമല്ല, എൻ്റെ കസിൻസ് ആരുടെ എടുത്താലും ഇപ്പം എല്ലാവരും ഒരു വലിയ കുഴപ്പമില്ലാത്ത പൊസിഷനിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നന്മകളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതിൻ്റെ ബേസിക് ഘടകം എന്ന് പറയുന്നത് അമ്മച്ചിയും ചാച്ചനും ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ പേര് സിജി, ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുന്ന കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃകയാണ് മരുതോലി കുടുംബം. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട്, അയൽക്കാരെയും സ്നേഹിതരെയും എല്ലാവരെയും ഒരുപോലെ കണ്ട് അവരെ പറ്റുന്ന വിധത്തിലെല്ലാം സഹായിക്കുന്ന കാര്യത്തിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും മുന്നിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കണ്ണിയായിട്ട് വർദ്ധിച്ചിരുന്നത് ചാച്ചനും അമ്മച്ചിയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥനയിലോട് തുടങ്ങി പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അത് ഞങ്ങൾ കൊച്ചുമക്കൾക്കെല്ലാം ഒരു മാതൃകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്കും എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ജീവിച്ച് ഉള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കൊച്ചുമക്കളൊക്കെ ഇവിടെ വരുമ്പോൾ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ചെറിയ മിഠായിയൊക്കെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബമാണ്. എൻ്റെ പേര് സുജിത്ത്, ഞാനൊരു 2 വർഷം മുമ്പാണ് ഇവിടെ മരുമകനായിട്ട് വന്നത്. അപ്പം അന്ന് മുതൽ എനിക്ക് അമ്മച്ചിയെ നന്നായിട്ട് അറിയാം. അപ്പം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന അമ്മച്ചിയുടെ പ്രാർത്ഥന മൂലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാ മക്കളെയും എപ്പോഴും അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ അമ്മച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പം അമ്മച്ചിയുടെ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണ് ഈ കുടുംബത്തിന്. എൻ്റെ പേര് സുമിത, ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളാണ്. ഞങ്ങളുടെ ഈ മരുതോളിൽ കുടുംബത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്ന പ്രസൻസ് എന്ന് പറയുന്നത് അമ്മച്ചിയാണ്. എല്ലാ ആഘോഷങ്ങളും ഈസ്റ്ററും ക്രിസ്മസും ഓണവും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു അങ്കിളിൻ്റെ വീട്ടിൽ ചേർന്നിട്ട് ആണ് ആഘോഷിക്കാറ്. പെസഹായ്ക്കൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ചാച്ചൻ്റെ അമ്മച്ചിയുടെയും നേതൃത്വത്തിൽ അപ്പം മുറിക്കുകയും പാന വായിക്കുകയും ഒക്കെ ചെയ്യും. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ എപ്പോഴും പഠിപ്പിച്ചത് അമ്മച്ചിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ഓർക്കുകയും എല്ലാവരുടെയും പേര് പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ
വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. ഈ മരുതോലിൽ കുടുംബത്തിന് ഏറ്റവും പ്രിയങ്കരനായ ഒരു നല്ല ഇടയനാണ് ളാലം പുത്തൻപള്ളി വികാരിച്ചൻ ജോർജ് മൂലേച്ചാലിലച്ചൻ. അച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. ളാളം പുത്തൻപള്ളി ഇടവകയിലെ ഒരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഇടവകയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലൊരു കുടുംബമാണ് മരുതോലിൽ ഫാമിലി. മരുതോലിൽ കുടുംബത്തിലെ ഏരിക്കുട്ടിച്ചേടത്തിയും 8 മക്കളും അടങ്ങുന്ന കുടുംബമാണ്. ആൺമക്കൾ 6 പേരും വീടിനടുത്ത് തന്നെയാണ് താമസിക്കുക. അവർ തമ്മിലുള്ള ഐക്യം പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് വല്യമ്മയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. വീടുകളിൽ പോകുമ്പോൾ അവർ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ അമ്മയും മക്കളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തന്നെ ജോലി ഉണ്ടായിരുന്നു. അധ്യാപകരായിട്ടും ബാങ്ക് ജോലിക്കാരൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തവരുണ്ട്. അപ്പോൾ കൊച്ചുമക്കളും ജോലിയിൽ ഇവിടെയും വിദേശത്തുമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഐക്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അമ്മയെ എല്ലാവരും ഒരുമിച്ച് കാണുകയും ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന മാതൃകാ കുടുംബമാണ്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം. ഇതാണ് മരുത്തോലിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത 2 പേരുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ. മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഇല്ലായ്മയാകുന്ന ചെറുതായി പോകുന്ന മാതാപിതാക്കൾ, മക്കളുടെ വേദനകളിൽ ഒപ്പം നിൽക്കുന്നവർ, സ്വന്തം സുഖവും സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ. എങ്ങനെ മക്കൾ ഇവരെ കരുതണമെന്ന ഒരു നല്ല സന്ദേശം അഭിമന്യു പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. ഒരു വൃദ്ധ ദമ്പതികളുടെ കഥ പറഞ്ഞാണ് ലൂക്കായുടെ സുവിശേഷം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഒന്നും ആ ആദ്യ വചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് നൽകുന്നില്ല. അവർ ദൈവത്തിൻ്റെ മുൻപിൽ നീതിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വിവരണത്തിൻ്റെ പിന്നീടുള്ള ഭാഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവം അവരെ കൈവിടുന്നില്ല. ദൈവമെന്നും കൃപയ്ക്കുമേൽ കൃപ അവരിലേക്ക് ചൊരിയുന്നു. അങ്ങനെ ഉന്നതത്തിൽ നിന്ന് ഉഷസ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത്
ഇന്നും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വൃദ്ധരായ ദമ്പതികൾ അവരുടെ ജീവിതത്തിലെ പ്രത്യാശയും പ്രതീക്ഷയും കൊഴിയുമ്പോൾ ദൈവം അവർക്ക് തുണയായി ഉന്നതത്തിൽ നിന്ന് ഉഷസ് അവരിലേക്ക് പ്രത്യാശയായി കടന്നു വരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമുള്ള വൃദ്ധ ദമ്പതികളെ, വൃദ്ധരായ മാതാപിതാക്കളെ പ്രത്യേകമായി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അവരെ പരിഗണിക്കുക നമ്മിലൂടെയാണ്, നമ്മുടെ സ്നേഹം വഴിയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ തിടുക്കത്തിൽ യൂദയായിലെ വനംപ്രദേശത്തുള്ള ആ ഒറ്റയടിപ്പാതയിലൂടെ ആ വൃദ്ധ ദമ്പതികൾക്ക് ആശ്വാസമായി പരിശുദ്ധ അമ്മ കടന്നു ചെന്നതുപോലെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ വസിക്കുന്ന പ്രായമായവരെ കൂടുതൽ പരിഗണിക്കാം, അവരോടൊപ്പം കുറച്ചു സമയമെങ്കിലും ചെലവഴിക്കാം. അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഈ സായന്തനത്തിൽ, അവരുടെ ജീവിതത്തിൻ്റെ അപരാഹ്നങ്ങളിൽ ഒരു വിളക്ക് തെളിക്കാൻ, വെയിൽ വീണ്ടും കൊണ്ടുവരുവാൻ പരിശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. സത്യം അതല്ലെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കുടുംബമാണ് ഈ മരുതോലിൽ കുടുംബം. 8 മക്കളെ ദൈവം ഈ മാതാപിതാക്കൾക്ക് നൽകി. പക്ഷെ അവിടെ മക്കൾ 8 പേരല്ല ഉള്ളത്. മരുമക്കളായി അല്ല കരുതുന്നത് ഈ മാതാപിതാക്കൾ. ഞാൻ അമ്മായിമ്മയാണെന്ന് ആരോടും പറയരുത് എന്ന് മരുമക്കളോട് പറയുന്ന അമ്മ, മരുമക്കളെയും മക്കളായി കരുതുന്ന അമ്മ. അതുകൊണ്ട് തന്നെ 16 മക്കളാണ്. 75 പേരടങ്ങുന്ന 4 തലമുറയിൽപ്പെട്ട ഈ കുടുംബത്തിൻ്റെ വിളക്കാണ്. എല്ലാവരെയും കൂട്ടിയിണക്കി ഒന്നിപ്പിച്ച് നിർത്തുന്ന കണ്ണിയാണ് ഈ അമ്മ. അനുഗ്രഹീതമായ ഒരു കുടുംബം. പിതാവ് മരിച്ചുപോയെങ്കിലും അമ്മ ഇന്നും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയായി, റോൾ മോഡലായി പേരക്കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അമ്മ. 4ാം തലമുറയിൽപ്പെട്ട പിഞ്ചു കുഞ്ഞിന് വരെ മാതൃകയായി, പ്രചോദനമായി, ശക്തിയായിരിക്കുന്ന ഈ വലിയ അമ്മയ്ക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ സ്വർഗതുല്യമായ ഒരു ഭവനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.